63 ശ്ലോകം. ഒരേ ആശയം പല രീതിയിൽ പല ഉദാഹരണങ്ങളിലൂടെ ആചാര്യസ്വാമികൾ ആവർത്തിക്കുക. ആത്മസാക്ഷാത്കാരം, ആത്മാനുഭവം, അപരോക്ഷാനുഭൂതി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നാണ് പല 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 വാക്കുകളിലൂടെ ഈ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്ലോകങ്ങളിൽ ആചാര്യസ്വാമികൾ വ്യക്തമാക്കുന്നത്. അതൊരിക്കലും പുസ്തകപ്പുഴുവായിരുന്ന പുസ്തകം പഠിക്കലല്ല, അത് വൈഹാർട്ട് പഠിക്കലല്ല, അത് കുറെ ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള സാമർഥ്യമല്ല. മറിച്ച് അത് ആ ശാസ്ത്രവാക്യങ്ങൾ സൂചിപ്പിക്കുന്ന വഴിയിലൂടെ തൻ്റെ മനോബുദ്ധികളെ അന്തർമുഖമായി നയിച്ച് തന്നിൽ തന്നെ കൈവരിക്കുന്ന ആ അനുഭൂതിയാണ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞു, വെറുതെ മന്ത്രം നിരന്തരം ജപിക്കണ പോലെ അഹം ബ്രഹ്മാസ്മി എന്ന് ഉരുവിട്ടത് കൊണ്ട് ഒരാൾ മുക്തനാവാൻ പോണില്ല. എങ്ങനെ? വെറുതെ ഔഷധത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഔഷധം സൂക്കേടിനെ മാറ്റാത്തതുപോലെ. മറിച്ച് ഔഷധം സേവിക്കണം, എന്നിട്ട് അത് നമ്മളിൽ അലിഞ്ഞു ചേരണം. ഇതുമാതിരി ആ ശാസ്ത്രത്തിൽ നിന്ന് ഞാൻ യുക്തിപൂർവം ഞാൻ ശരീര മനോബുദ്ധ്യാദികളല്ല, ഇത് സാക്ഷിയായ ആത്മാവാണ്, ബ്രഹ്മമാണ് എന്ന തത്വത്തെ അറിഞ്ഞു. ആ അറിഞ്ഞതിനെ നിരന്തര ഭാവനയിലൂടെ അനുഭൂതിയാക്കി മാറ്റണം. അപ്പോഴാണ് അപരോക്ഷാനുഭവം ഉണ്ടാവുക. അതുകൊണ്ടാണ് മുക്തിയുള്ളൂ. അത് വീണ്ടും വേറൊരു ഉദാഹരണത്തിലൂടെ അവിടെ പറയണം ഈ 63 ശ്ലോകത്തിൽ. അകൃത്വാ ദൃശ്യവിലയം ദൃശ്യവിലയം അജ്ഞാത്വാ തത്വമാത്മനഃ അജ്ഞാത്വാ തത്വമാത്മനഃ ബ്രഹ്മശബ്ദൈഃ കുതോ മുക്തിഃ ബ്രഹ്മശബ്ദൈഃ കുതോ മുക്തിഃ ഉക്തിമാത്രഫലൈർനൃണാം ഉക്തിമാത്രഫലൈർനൃണാം. അകൃത്വാ ശത്രുസംഹാരം, തൻ്റെ ശത്രുക്കളെ മുഴുവനും ഇല്ലാതാക്കാതെ. അകത്വ അഖിലഭൂഷയം, ഭൂമിയിലെ സമസ്ത സമ്പത്തിൻ്റെയും അവകാശിയായി തീരാതെ, അല്ലെങ്കിൽ സമസ്ത സമ്പത്തും കൈവശമാക്കാതെയും. വെറുതെ അഹം രാജാ ഇത് ശബ്ദാത്, ഞാൻ രാജാവാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് രാജാഭവിതും നാർഹരി, അയാൾ രാജാവാൻ അർഹിക്കുന്നുണ്ടോ? അയാൾ രാജാവൂ? ഇല്ലല്ലോ. അപ്പോ ഉദാഹരണം പറയാം ആദ്യം. ഉദാഹരണം എന്താണ്? ഞാൻ രാജാവാണ് രാജാവാണ് രാജാവാണെന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് അയാൾ രാജാവില്ല. പിന്നെയോ രാജാവിന് വേണ്ട ക്വാളിഫിക്കേഷനൊക്കെ വേണം. എന്ത് വേണം? ശത്രുക്കളൊക്കെ ജയിച്ച ആളാവണം, ഭൂമി മുഴുവൻ സ്വന്തമായിട്ട് ഉണ്ടാവണം, സ്വന്തമാക്കി ഉണ്ടാവണം, അല്ലേ? അങ്ങനെയുള്ള ഒരാളെയാണ് രാജാവ് എന്ന് പറയാം. ഇത് രണ്ടും ചെയ്യാതെ ഞാൻ രാജാവ് എന്ന് പറഞ്ഞ ആള് രാജാവൂ? ഇല്ല. ഇതുപോലെയാണ് ഞാൻ വെറുതെ ബ്രഹ്മശബ്ദൈ, ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മമാണ് ബ്രഹ്മമാണെന്ന് ഉരുവിട്ടത് കൊണ്ട്, ബ്രഹ്മശബ്ദം നിരന്തരം ഉരുവിട്ടത് കൊണ്ട് ഒരാൾക്ക് മുക്തി കിട്ടാത്തതെന്ന്. മറിച്ച് എന്ത് ചെയ്യണം? മുക്തി കിട്ടണമെങ്കിൽ ബ്രഹ്മശബ്ദം ഉരുവിടല്ല വേണ്ടത്, ആ ബ്രഹ്മത്തെ ഭാവന ചെയ്യുകയാണ് വേണ്ടത്. ബ്രഹ്മഭാവനയിൽ ദേഹഭാവന അലിഞ്ഞു പോകണം. അതായില്ലേ? എന്താ ചെയ്യണം? ആ ബ്രഹ്മത്തെ നിരന്തരം ഭാവന ചെയ്യണം. എന്താണ് ബ്രഹ്മം? ഈ ദൃശ്യങ്ങളൊക്കെ മാറുന്നതാണ്, നശ്വരമാണ്, ജഡമാണ്. ദൃക്കാണ് ബ്രഹ്മം. 2 വസ്തുക്കളേ ഉള്ളൂ. ദൃക് ദൃശ്യവും ദ്വോ പദാർത്ഥവും, 2 പദാർത്ഥങ്ങളേ ഉള്ളൂ, ദൃക്കും ദൃശ്യവും. എല്ലാത്തിനെയും കാണുന്ന ദ്രഷ്ടാവ് അതാരാ? തന്നിലെ ബോധമാണ്, സാക്ഷിയാണ്, എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുള്ള വസ്തുക്കളും ഇന്ദ്രിയങ്ങളും മനസ്സും ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം തന്നെ. അഹങ്കാരമടക്കം ദൃശ്യമാണ്. അഹങ്കാരം ചിലപ്പോൾ സുഖിയാവുന്നുണ്ട്, ചിലപ്പോൾ ദുഃഖിയാവുന്നുണ്ട്. മനസ്സ് ചിലപ്പോൾ ശാന്താവുന്നുണ്ട്, ചിലപ്പോൾ അശാന്താവുന്നുണ്ട്. മനസ്സ് ചിലപ്പോൾ സുഖാവുന്നുണ്ട്, ചിലപ്പോൾ ദുഃഖാവുന്നുണ്ട്. ഇതൊക്കെ അറിയണില്ലേ? ഇതിനൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ സുഖി എന്നുള്ളതിനെ അറിയുന്നു, ഞാനിപ്പോൾ ദുഃഖിയാണ് എന്നുള്ളതിനെ അറിയുന്നു. ഞാൻ സുഖിയും ദുഃഖിയാവാൻ കാരണം മനസ്സിൽ വരുന്ന ആ വിചാരങ്ങളോട് ചേർന്ന് ദുഃഖചിന്തയോട് ചേരുമ്പോൾ ഞാൻ ദുഃഖി, സുഖചിന്തയോട് ചേരുമ്പോൾ ഞാൻ സുഖി, അല്ലേ? അങ്ങനെ ഉണ്ടാവണത്. ആലോചിച്ച് നോക്കൂ. സുഖി ദുഃഖി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സുഖവും ദുഃഖം മെന്റൽ കണ്ടീഷനാണ്, മനസ്സിന്റെ അവസ്ഥയാണ്, മനസ്സിന്റെ ചിന്തയാണ്. അതുമായി താതാത്മ്യം പ്രാപിച്ചിട്ടോ ഞാൻ ദുഃഖി ഞാൻ സുഖി എന്ന് വിചാരിക്കുക. എപ്പോ ആ ചിന്ത വിട്ടോ അപ്പൊ ഞാൻ സുഖി അല്ലാണ്ടായി, അപ്പൊ ഞാൻ ദുഃഖി അല്ലാണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ആരാ? ഈ സുഖത്തെയും ദുഃഖത്തെയും കണ്ടവനാ. മനസ്സിലായോ? രണ്ടിനെയും സാക്ഷിയാ.
സുഖം ദുഃഖമല്ല. ഈ സുഖ ദുഃഖ ചിന്തയോട് താതാത്മ്യം പ്രാപിച്ച് സുഖിയും ദുഃഖിയായത് അഹങ്കാരമാണ്. ആ അഹങ്കാരമല്ല ഞാൻ. അഹങ്കാരത്തിന് പോലും സാക്ഷിയാ. മനസ്സിലാവുണ്ടോ? അപ്പോ ഈ ചിന്തകൾക്ക് മുഴുവനും സാക്ഷിയാണ് ബ്രഹ്മം. അത് ദൃക്കാണ്. അതൊരിക്കലും ദൃശ്യമാകുകയേ ഇല്ല. എന്നും ദൃക്കായി മാത്രം, ദൃഷ്ടാവായി മാത്രം കുടികൊള്ളുന്ന ആ സത്യസ്വരൂപം, ബോധം, സത്യബോധം, ആ സാക്ഷി ചൈതന്യം, അതാണ് ഞാനെന്ന് നിരന്തരം ഭാവനയാണ്. അതിൻ്റെ നിരന്തരം സ്മരണയിൽ എന്തുണ്ടാവും? ദൃശ്യ വിലയം ഉണ്ടാവും. ഈ ദൃശ്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും, ലയിച്ചു. മനസ്സ്, ഈ മനസ്സാക്ഷിയുടെ നിരന്തരമായ വിചാരത്തിൽ ഏർപ്പെടുമ്പോൾ മനസ്സ് ചിന്തകളാണ്, അത് മുഴുവൻ കെട്ടടങ്ങില്ലാണ്ടാവും. ചിന്തകൾ അടങ്ങിക്കഴിഞ്ഞാൽ മനസ്സടങ്ങി, മനസ്സില്ല. അപ്പൊ ദൃശ്യമില്ല. മനസ്സില്ലെങ്കിൽ പിന്നെ ദൃശ്യമില്ലല്ലോ. മനസ്സല്ലേ ദൃശ്യം ദൃക്കുന്ന രണ്ടെണ്ണം ഉണ്ടാക്കണം തന്നെ. പറയണ സമയത്ത് ദൃശ്യമുണ്ടോ, ദൃക്കുണ്ടോ, രണ്ടുണ്ടോ? ഇല്ലല്ലോ. മനസ്സിലയിച്ചു ഇല്ല, അതൊന്നുമില്ല. ദൃശ്യപ്രപഞ്ചം ഇല്ല. അവിടെ ഉണ്ടോ? പുറത്തെ ലോകവും ഇല്ല, അകത്തെ ലോകവും ഇല്ല. ഇതുമാതിരി ധ്യാനത്തിന്റെ ആ ധന്യാവസ്ഥയിൽ ആ ചിന്തകളെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിയായിരിക്കുന്ന ആത്മതത്വത്തിന്റെ നിരന്തരമായ ചിന്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധകന്റെ മനസ്സ് തന്നെ അതിലലിഞ്ഞു പോകും. അലിഞ്ഞു പോകുമ്പോൾ ദൃശ്യം മുഴുവൻ ദൃശ്യപ്രപഞ്ചം അടങ്ങി. ഈ ദൃശ്യപ്രപഞ്ചത്തെ തന്നിൽ ആ സാക്ഷിയായ ആത്മസ്വരൂപത്തിൽ വിലയിപ്പിക്കാതെ, അതാണ് അകൃത്വ ദൃശ്യവിലയം. ദൃശ്യത്തെ വിലയിപ്പിക്കാതെ ആത്മനഃ തത്വം അജ്ഞാത്വ, തൻ്റെ യഥാർത്ഥ സ്വരൂപം, സ്വസ്വരൂപം, ട്രൂ നേച്ചർ എന്താണെന്ന് നേരിട്ട് അനുഭവിച്ചറിയാതെ, ഇത് രണ്ടും ചെയ്യാതെ, ബ്രഹ്മശബ്ദൈഹി, ഞാൻ ബ്രഹ്മാണ്, ഞാൻ ബ്രഹ്മാണെന്നുള്ള വെറും ശബ്ദം പറഞ്ഞതുകൊണ്ട് കുതോ മുക്തി, എവിടുന്ന് മുക്തി കിട്ടാനാ? ഉക്തി മാത്ര ഫലയന്ത്രണം, ഈ പറയൽ തന്നെ അയാൾക്കല്ലേ ലാഭം. അല്ലെങ്കിലോ ഭുക്തി മാത്ര ഫലയന്ത്രണം എന്ന് പറയാം. ഇങ്ങനെ പറയണോണ്ട് ഭുക്തി കിട്ടിയെന്ന് വരും. ചിലപ്പോൾ ആൾക്കാര് ചാപ്പാടെ കൊടുത്തു വരും, ദക്ഷിണ നമസ്കാരങ്ങൾ കിട്ടിയെന്ന് വരും. അല്ലാതെ ഇങ്ങനെ വെറുതെ പറയണത് കൊണ്ട് മുക്തി കിട്ടാൻ പോണില്ല, പറയൽ മാത്രം മെച്ചം എന്നത്ര. അപ്പോ സർവ്വ ജഡപദാർത്ഥങ്ങളെയും ദൃശ്യമാണ്. ഈ ബാഹ്യപ്രപഞ്ചം മുഴുവൻ ദൃശ്യമാണ്. അത് മാത്രമല്ല ദൃശ്യം, ശരീരം ദൃശ്യമാണ്. തൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ പോലും ദൃശ്യമാണ്. ഇതുപോലും ലയിക്കണം. ഒരു ചിന്ത പോലും ഇല്ലാത്ത അവസ്ഥ ആണ് രമണ മഹർഷി പറയാം, ചിന്താരഹിതോ ഹൃദാഖ്യ. ചിന്തകൾ എല്ലാം ആ സാക്ഷിയുടെ ചിന്തനത്തിൽ ഏർപ്പെടുന്ന ആ ഭക്തന്റെ മനസ്സിലെ ചിന്തകളെല്ലാം കെട്ടടങ്ങി, ഇനി ഒരു ചിന്തയും ഇല്ലാതെ അവസാനത്തെ ചിന്തയും പോയി, പുതിയൊരു ചിന്ത പോലും പൊന്തി വരാത്ത ആ അവസ്ഥ. പ്രത്യേകം പറയും, ലാസ്റ്റ് തോട്ട് ഈസ് തോട്ടഡ്, നോ മോർ ന്യൂ തോട്ട് ഈസ് തോട്ടിങ് എന്ന് പറയുന്ന ആ അനുഭൂതി. അവിടെ ചിന്തയില്ല. ചിന്തിക്കുന്നവൻ, ചിന്തിക്കുന്ന വസ്തു, രണ്ടിങ്ങനെ ദൃശ്യങ്ങളൊന്നുമില്ല അവിടെ. രണ്ടാവ് ദൃശ്യം, ദർശനം ഇതില്ല. ത്രിപുടി മുടിഞ്ഞു. ത്രിപുടി എന്നാണ് അതിന് പറയാ. ചിന്തകളുള്ളപ്പോൾ ചിന്തയുണ്ട് ദൃശ്യമായിട്ട്, ചിന്തയെ കണ്ട ഞാനുമുണ്ട്, ആ ചിന്തയോട് ബന്ധപ്പെട്ടിട്ട് സുഖി ദുഃഖി അവലുണ്ട്. ഈ ചിന്തകളൊക്കെയോ ചിന്താ സാക്ഷിയുടെ വിചാരത്തിൽ അടങ്ങുമ്പോ എന്തായി? ദൃശ്യലതൃക്കായ ബ്രഹ്മം മാത്രം. അതാണ് ആത്മാനുഭവം. അവിടെയാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ തത്വം, ആത്മതത്വം അറിയാതെ, അനന്തസ്വരൂപമായ ആ ആത്മാനുഭവം കൈവരാതെ വെറും അഹം ബ്രഹ്മാസ്മി എന്നുള്ള വാക്കുകൾ ഉച്ചരിച്ചതുകൊണ്ട് എന്ത് കാര്യം? ഒച്ചയുണ്ടാക്കാന്ന് മാത്രം. അതാണ് ഉക്തി മാത്രം, പറയൽ മാത്രം പ്രയോജനം എന്നത്. അപ്പൊ ഇതൊക്കെ വെറും ബുദ്ധിപരമായി മാത്രം വേദാന്ത ശാസ്ത്രത്തെ പഠിച്ച് അതിൽ തൃപ്തരായിരിക്കുന്ന ആൾക്കാരെ അവിടുന്ന് ഉണർത്താൻ വേണ്ടിയിട്ടും കൂടി പറയാം. പലരും, അധികം ആൾക്കാരും ഈ ശ്രവണത്തിൽ കഴിഞ്ഞു. കേൾക്കുമ്പോൾ അത് സുഖം ഉണ്ടെങ്കിൽ അപ്പൊ അനുഭവിക്കുമ്പോൾ എത്ര സുഖം ഉണ്ടാവും? ആലോചിച്ചു. ഈ ശ്രവണത്തിലല്ലേ അധികം ആൾക്കാർ നിൽക്കുന്നത്. അടുത്ത സ്റ്റേജാണ് മനനം, നെക്സ്റ്റ് സ്റ്റേജാണ് ധ്യാനം. ആ ധ്യാനത്തിലൂടെയാണ് ഈ ദൃശ്യം മുഴുവൻ വിലയിപ്പിക്കാൻ പറ്റുള്ളൂ. അതെയോ? ശ്രവണ മനന നിധിധ്യാസനം അഥവാ ധ്യാനം, ഇതാണ് സാധന. ആത്മസാക്ഷാത്കാരത്തിനുള്ള സാധന അതാണ്. കേൾക്കാൻ പോലും വരലില്ല അധികം ആൾക്കാര്. കേട്ടവര് കേട്ടതോടെ കഴിഞ്ഞു, അനുഭൂതിക്ക് പരിശ്രമിക്കുന്നില്ല. അപ്പൊ എങ്ങനെയാ നമ്മുടെ സുഖം പോവുക? പാമ്പ് കടിയേറ്റ വിഷം നീങ്ങണമെങ്കിൽ മരുന്ന് കുത്തിവെക്കണ്ടേ? ഈ മരുന്നെന്താ? ബ്രഹ്മജ്ഞാനമാണ്. എന്താ? ഞാൻ ബ്രഹ്മാണെന്നുള്ള അനുഭൂതിയാണ്.
അത് ഉണ്ടാവണേ എന്ത് ചെയ്യണം? ഈ ദൃശ്യങ്ങൾ മുഴുവനും വിലയിക്കണം. എവിടെ? ദൃക്സ്വരൂപനായ പരമാത്മാവിൽ, ബ്രഹ്മത്തിൽ. ദൃക്ക് ബ്രഹ്മാണ്. ബ്രഹ്മാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള സാക്ഷി തത്വം. ഓരോ ജീവരാശികളുടെ ഉള്ളിലും അന്തര്യാമിയായിരിക്കുന്നത് ആ പരബ്രഹ്മ ഭഗവാൻ തന്നെ, പരമാത്മ തന്നെ. അതുകൊണ്ട് ഓരോരുത്തരും ആ നിരന്തരമായ ധ്യാന വിചാരത്തിലൂടെ ആ ചിന്തകളെ മുഴുവനും ചിന്താസാക്ഷിയായ പരമ്പൊരുളിൽ വിലയിപ്പിച്ച് ആ ബ്രഹ്മാനുഭവം കൈവരിച്ചാൽ മാത്രമേ, അതാണ് അപരോക്ഷാനുഭവം നേരത്തെ പറഞ്ഞത്, സംസാര ദുഃഖം, അജ്ഞാനം കൊണ്ടുണ്ടായ സംസാര ദുഃഖം നീങ്ങുള്ളൂ എന്ന് പറയാം. ഹരിയോ.